എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് ഇന്നലെ നടന്ന സാർജൻ അസിസ്റ്റന്റ് മാനേജർ LDC തുടങ്ങിയ പോസ്റ്റിലേക്ക് PSC നടത്തിയ എക്സാമിന്റെ പ്രൊവിഷണൽ ആൻസർ കീയാണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ: സൈമൺ കമ്മീഷനെ കുറിച്ച് താഴെ പറഞ്ഞവയിൽ ഏതെല്ലാം പ്രസ്താവനകളാണ് ശരിയായത്? സൈമൺ കമ്മീഷനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതെല്ലാം പ്രസ്താവനകളാണ് ശരിയായത്? ഒന്ന്, ഇതൊരു പൂർണ്ണമായും വെള്ളക്കാരായ അംഗങ്ങളുള്ള കമ്മീഷനായിരുന്നു. 2, ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. 3, 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അവലോകനം ചെയ്യാനും പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കാനും ഇത് ലക്ഷ്യമിട്ടു. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3 എന്നിവയല്ല. ആൻസർ ഓപ്ഷൻ സി 1, 2, 3 എന്നിവയല്ല. ദ സാമറൻസ് ഓഫ് കാലിക്കറ്റ് എന്ന പുസ്തകം എഴുതിയതാര്? ദ സാമറൻസ് ഓഫ് കാലിക്കറ്റ് എന്ന പുസ്തകം എഴുതിയതാര്? KV കൃഷ്ണ അയ്യർ. ഓപ്ഷൻ ബി KV കൃഷ്ണ അയ്യർ. ചരിത്രകാരനായ ഫൈസൽ ദേവ്ജി ആരെയാണ് ദ ഇമ്പോസിബിൾ ഇന്ത്യൻ എന്ന് വിശേഷിപ്പിച്ചത്? ചരിത്രകാരനായ ഫൈസൽ ദേവ്ജി ആരെയാണ് ദ ഇമ്പോസിബിൾ ഇന്ത്യൻ എന്ന് വിശേഷിപ്പിച്ചത്? MK ഗാന്ധി. ഓപ്ഷൻ സി MK ഗാന്ധി. റൂസോയെക്കുറിച്ച് താഴെ പറഞ്ഞതിൽ ഏതെല്ലാം പ്രസ്താവനകളാണ് ശരിയായത്? റൂസോയെക്കുറിച്ച് താഴെ പറഞ്ഞതിൽ ഏതെല്ലാം പ്രസ്താവനകളാണ് ശരിയായത്? റൂസോ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്ന് വിശേഷിക്കപ്പെടുന്നു. അദ്ദേഹം ദ സോഷ്യൽ കോൺട്രാക്ട് എന്ന കൃതി രചിച്ചു. റൂസോ റൊമാന്റിസത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3 എന്നിവയെല്ലാം ഓപ്ഷൻ സി. ആത്മവിദ്യാസംഘം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആത്മവിദ്യാസംഘം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാഗ്ബടാനന്ദൻ. ഓപ്ഷൻ ബി വാഗ്ബടാനന്ദൻ. അലാസ്ക ഉച്ചകോടി ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അലാസ്ക ഉച്ചകോടി ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ട്രംപ് പുടിൻ. ഓപ്ഷൻ സി ട്രംപ് പുടിൻ. താഴെ പറഞ്ഞതിൽ ഏതാണ് ഡ്രെയിനേജ് വിൻഡ് അഥവാ ചരിവിലൂടെ താഴേക്ക് വീശുന്ന കാറ്റിന് ഒരു ഉദാഹരണം? താഴെ പറയുന്നതിൽ ഏതാണ് ഡ്രെയിനേജ് വിൻഡ് അഥവാ ചരിവിലൂടെ താഴേക്ക് വീശുന്ന കാറ്റിന് ഒരു ഉദാഹരണം? മിസ്ട്രൽ. ഓപ്ഷൻ ബി മിസ്ട്രൽ. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി അന്തർവേദ ആഗ്നേയശില, ഗാബ്രോ അവസാദശില, ട്രാവൻട്രൈൻ, ബഹിർവേദ ആഗ്നേയശില, ബസാൾട്ട്, കായാന്തരിത ശില, ക്വാർട്ടർസെറ്റ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി. താഴെ പറയുന്നവ യോജിപ്പിക്കുക. താഴെ പറയുന്നവ യോജിപ്പിക്കുക. ആൻസർ വരുന്നത് ആരവല്ലി നിര, അവശിഷ്ട പർവ്വതങ്ങൾ, ഹിമാലയം, മടക്കുപർവ്വതങ്ങൾ, സാത്പുര, ബ്ലോക്ക് പർവ്വതം, കിഴക്കൻ ഘാട്ടുകൾ, തുടർച്ചയില്ലാത്ത മലനിര. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1D, 2C, 3A, 4B. താഴെ പറഞ്ഞതിൽ ഏത് ജോഡിയാണ് ശരിയല്ലാത്തത്? നരിമനം എണ്ണപ്പാടം, ആന്ധ്രാപ്രദേശ്. ഓപ്ഷൻ ഡി നരിമനം എണ്ണപ്പാടം, ആന്ധ്രാപ്രദേശ്. ഓപ്ഷൻ ഡി. താഴെ നൽകിയിരിക്കുന്നതിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1, ചിന്നാർ വന്യജീവി സങ്കേതം പശ്ചിമഘട്ടത്തിന്റെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് മലബാർ വന്യജീവി സങ്കേതം. ചെങ്കുരിഞ്ചി എന്ന തനത് സസ്യവർഗത്തെ ശെന്തുരുണി വന്യജീവി സങ്കേതം സംരക്ഷിക്കുന്നു. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതും വലുതുമായ തേക്ക് മരങ്ങളിൽ ഒന്നായ കനിമര വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന 1, 3 എന്നിവ ശരിയാണ്. 2, 4 എന്നിവ തെറ്റും. ഓപ്ഷൻ ബി. 2024 6ാമത് ദേശീയ ജല അവാർഡുകളിൽ മികച്ച സംസ്ഥാനം എന്ന ബഹുമതി നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? 2024 6ാമത് ദേശീയ ജല അവാർഡുകളിൽ മികച്ച സംസ്ഥാനം എന്ന ബഹുമതി നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഓപ്ഷൻ സി മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ചരക്കു സേവന നികുതി GST ഘടനയെക്കുറിച്ച് താഴെ പറഞ്ഞതിൽ ഏതെല്ലാം പ്രസ്താവനകളാണ് ശരിയായത്? ഇന്ത്യയിലെ ചരക്കു സേവന നികുതി ഘടനയെക്കുറിച്ച് താഴെ പറഞ്ഞതിൽ ഏതെല്ലാം പ്രസ്താവനകളാണ് ശരിയായത്? രണ്ടാമത്തെ, അന്തർ സംസ്ഥാന വിതരണങ്ങൾക്ക് GST, IGST ചുമത്തുകയും കേന്ദ്ര സർക്കാർ അത് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഇതിൽ നിന്നുള്ള വരുമാനം കേന്ദ്രവും ചരക്ക് സേവനം എത്തിച്ചേരുന്ന സംസ്ഥാനം തമ്മിൽ പങ്കിടുന്നു.
പിന്നെ മൂന്നാമത്തെ GSTയിലേക്കുള്ള മാറ്റം മൂലം സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള വരുമാന നഷ്ടം നികത്തുന്നതിനായി 5 വർഷത്തേക്ക് കോമ്പൻസേഷൻ സെസ് ഏർപ്പെടുത്തി. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം മാത്രം. 2ഉം 3ഉം മാത്രം. ഇന്ത്യയിലെ നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികളെ കുറിച്ച് താഴെ പറഞ്ഞവയിൽ ഏതെല്ലാം പ്രസ്താവനകളാണ് ശരിയായത്? ഇന്ത്യയിലെ നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികളെ കുറിച്ച് താഴെ പറഞ്ഞതിൽ ഏതെല്ലാം പ്രസ്താവനകളാണ് ശരിയായത്? ഒന്നാമത്തെ, വാണിജ്യ ബാങ്കുകളിൽ നിന്ന് വ്യത്യസ്തമായി NBFCകൾക്ക് ഡിമാൻഡ് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കാൻ കഴിയില്ല. ആവശ്യപ്പെടുമ്പോൾ പിൻവലിക്കാവുന്ന നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ കഴിയില്ല. പിന്നെ രണ്ടാമത്തെ, NBFCകൾക്ക് പേയ്മെന്റ് സെറ്റിൽമെന്റ് സംവിധാനത്തിന്റെ ഭാഗമല്ല. മാത്രമല്ല അവയ്ക്ക് സ്വന്തം പേരിൽ ചെക്കുകൾ പുറപ്പെടുവിക്കാനും കഴിയില്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1, 2 എന്നിവ മാത്രം. 1, 2 എന്നിവ മാത്രം. ഈ ചോദ്യത്തിൽ പ്രസ്താവന എന്നും കാരണം എന്നും അടയാളപ്പെടുത്തിയുള്ള 2 പ്രസ്താവനകളുണ്ട്. താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഉത്തരം അടയാളപ്പെടുത്തുക. പ്രസ്താവന: ഇന്ത്യയിലെ പ്രാദേശിക അസമത്വങ്ങൾ വർദ്ധിപ്പിക്കാൻ ഹരിത വിപ്ലവം കാരണമായി. ഇതിന്റെ പ്രയോജനങ്ങൾ പ്രധാനമായും പഞ്ചാബ്, ഹരിയാന, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിന്നു. കാരണം ഉറപ്പായ ജലസേചന സൗകര്യങ്ങളും ഉയർന്ന മൂലധന നിക്ഷേപങ്ങളും ആവശ്യമായിരുന്ന ഈ പുതിയ സാങ്കേതിക വിദ്യ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും വലിയ ഭൂവുടമസ്ഥതയിലുള്ള പ്രദേശങ്ങളിൽ മാത്രമേ സാമ്പത്തികമായി പ്രായോഗികമായിരുന്നുള്ളൂ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. എ, ആർ എന്നിവ ശരിയാണ്. ആർ എന്നത് എയുടെ ശരിയായ വിശദീകരണമാണ്. ആൻസർ ഓപ്ഷൻ എ. ഇന്ത്യൻ കാർഷിക സ്ഥിതി വിവരണ കണക്കിലെ മൊത്തം വിളഞ്ഞ വിസ്തീർണം എന്ന ആശയം ഡാഷ് ആകെ വിസ്തൃതിയെ സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ കാർഷിക സ്ഥിതി വിവരണ കണക്കുകളിലെ മൊത്തം വിളഞ്ഞ വിസ്തീർണം എന്ന ആശയം ഡാഷ് ആകെ വിസ്തൃതിയെ സൂചിപ്പിക്കുന്നു. ഒരു വർഷത്തിൽ എത്ര തവണ വിതച്ചാലും വിളകൾ വിതയ്ക്കുന്ന. ആൻസർ വരുന്നത് ഓപ്ഷൻ സി. ഇനി പറയുന്നവയിൽ ഏതാണ് ഒരു പരസ്യ മൂല്യ നികുതിയുടെ ഉദാഹരണം? ഇനി പറയുന്നവയിൽ ഏതാണ് ഒരു പരസ്യ മൂല്യ നികുതിയുടെ ഉദാഹരണം? ആൻസർ ഓപ്ഷൻ ബി. വിൽക്കുന്ന സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ മൂല്യത്തിന്റെ ശതമാനമായി ഈടാക്കുന്ന നികുതി. ആൻസർ ഓപ്ഷൻ ബി. ഇന്ത്യ സർക്കാർ അടുത്തിടെ ലിഥിയത്തെ ക്രിട്ടിക്കൽ ആൻഡ് സ്ട്രാറ്റജിക് മിനറൽസ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഈ വർഗീകരണത്തിനുള്ള പ്രാഥമിക സാമ്പത്തിക യുക്തി എന്താണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. EV ബാറ്ററി നിർമ്മാണത്തിൽ ആഭ്യന്തര ഉപയോഗത്തിനായി അതിന്റെ ലേലവും പരിവേഷണവും സുഗമമാക്കുന്നതിന്. ഓപ്ഷൻ ബി. പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് തന്റെ വിവേചനാധികാരം പ്രയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം ഏതാണ്? പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് തന്റെ വിവേചനാധികാരം പ്രയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം ഏതാണ്? ലോകസഭയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്തപ്പോൾ. ആൻസർ ഓപ്ഷൻ ബി. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന ഗവർണർ. ഓപ്ഷൻ ഡി, സംസ്ഥാന ഗവർണർ. ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവയിൽ താഴെ പറഞ്ഞവയിൽ ഏതെല്ലാം ഉൾപ്പെടുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവയിൽ താഴെ പറഞ്ഞവയിൽ ഏതെല്ലാം ഉൾപ്പെടുന്നു? മൂന്നാമത്തെ, നിയമം, വൈദ്യശാസ്ത്രം, മറ്റു തൊഴിലുകൾ, പിന്നെ വൈദ്യുതി. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 3, 3ഉം 4ഉം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാവർക്കും മൗലികാവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ ബി. SR ബൊമ്മെ കേസിൽ പ്രധാന വിധി എന്തായിരുന്നു? SR ബൊമ്മെ കേസിൽ പ്രധാന വിധി എന്തായിരുന്നു? ആർട്ടിക്കിൾ 356 പ്രകാരമുള്ള പ്രഖ്യാപനത്തിന്റെ സാധുത കോടതിയുടെ പുനഃപരിശോധനയ്ക്ക് വിധേയമാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. ഇന്ത്യയുടെ നിലവിലെ ധനകാര്യ കമ്മീഷൻ ഏതാണ്? ഇന്ത്യയുടെ നിലവിലെ ധനകാര്യ കമ്മീഷൻ ഏതാണ്? 16ാം ധനകാര്യ കമ്മീഷൻ. ഓപ്ഷൻ സി, 16ാം ധനകാര്യ കമ്മീഷൻ. കേരളത്തിന്റെ കെ ഹോംസ് പദ്ധതിക്കായി തുടക്കത്തിൽ നിശ്ചയിച്ചിരുന്ന 4 പ്രധാന സ്ഥലങ്ങൾ ഏവ? കേരളത്തിലെ കെ ഹോംസ് പദ്ധതിക്കായി തുടക്കത്തിൽ നിശ്ചയിച്ചിരിക്കുന്ന 4 പ്രധാന സ്ഥലങ്ങൾ ഏവ? കോവളം, കുമരകം, മൂന്നാർ, ഫോർട്ട് കൊച്ചി. ആൻസർ ഓപ്ഷൻ സി, കോവളം, കുമരകം, മൂന്നാർ, ഫോർട്ട് കൊച്ചി. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ മുൻ അധ്യക്ഷന്മാരെ അവരുടെ നിയമന കാലഘട്ടത്തിനനുസരിച്ച് ആദ്യത്തേത് മുതൽ ഏറ്റവും പുതിയത് വരെ ശരിയായ ക്രമത്തിൽ താഴെ പറഞ്ഞതിൽ ഏതാണ് ക്രമീകരിക്കുന്നത്? ക്രമീകരിക്കേണ്ട പേരുകൾ: M കമലം, സുഗതകുമാരി, D ശ്രീദേവി, MC ജോസഫൈൻ.
ആദ്യം സുഗതകുമാരി, പിന്നെ ഡി ശ്രീദേവി, പിന്നെ എം കമല, നാലാമത്താണ് MC ജോസഫൈൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ. കെ സ്മാർട്ട് സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സേവനമോ മൊഡ്യൂളോ അല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? കെ സ്മാർട്ട് സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സേവനമോ മൊഡ്യൂളോ അല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? സംസ്ഥാന വൈദ്യുത ഗ്രിഡിന്റെ കേന്ദ്രീകൃത മാനേജ്മെന്റ്. ആൻസർ ഓപ്ഷൻ സി. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ ആര്? കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ ആര്? ജി ശശിധരൻ. ഓപ്ഷൻ ബി ജി ശശിധരൻ. പ്രധാന വരുമാന ലൈസൻസിംഗ് പ്രവർത്തനങ്ങൾക്കായി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഉപയോഗിക്കുന്ന ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ചെടുത്ത ഇ ഗവേണൻസ് സോഫ്റ്റ്വെയർ ഏതാണ്? പ്രധാന വരുമാന ലൈസൻസിംഗ് പ്രവർത്തനങ്ങൾക്കായി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഉപയോഗിക്കുന്ന ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ചത് ഇ ഗവേണൻസ് സോഫ്റ്റ്വെയർ ഏതാണ്? ഓപ്ഷൻ സി സഞ്ജയ. ഇന്ത്യയിലെ റാംസർ സൈറ്റുകളെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇന്ത്യയിലെ റാംസർ സൈറ്റുകളെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒന്നാമത്തെ, കേരളത്തിലെ 3 റാംസർ സൈറ്റുകളും 2002 പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇന്ത്യയിലെ ആകെ റാംസർ സൈറ്റുകളുടെ എണ്ണം 94 ആയിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ സൈറ്റുകളുള്ളത് തമിഴ്നാട്ടിലാണ്. മധ്യപ്രദേശിലെ തവ റിസർവോയറും ജാർഖണ്ഡിലെ ഉദ്ധ തടാക പക്ഷി സങ്കേതവും ഏറ്റവും ഒടുവിലായി പട്ടികയിൽ ഉൾപ്പെടുത്തിയ തണ്ണീർത്തടങ്ങളിൽ ഉൾപ്പെടുന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 3 മാത്രം. 1, 2, 3 മാത്രം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഏതാണ് ശരിയെന്നാണ് ചോദിക്കുന്നത്. അത് രണ്ടാമത്തെ ഇന്ത്യയിലുടനീളം ദുരന്ത സാധ്യത കുറയ്ക്കുന്നതിൽ പരിശീലനത്തിനും ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഉന്നത സ്ഥാപനം. പിന്നെ നാലാമത്തെയാണ് ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളിൽ ദുരന്ത സാധ്യത കുറയ്ക്കൽ സംയോജിപ്പിക്കുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി സഹകരിക്കാൻ NIDM-ന് ബാധ്യതയുണ്ട്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉം മാത്രം. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലന ക്ഷേമ നിയമത്തിന്റെ സവിശേഷതകൾ ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായി വിവരിക്കുന്നത്? 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലന ക്ഷേമ നിയമത്തിന്റെ സവിശേഷതകൾ ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായി നിയമിക്കുന്നത്? മുതിർന്ന പൗരന്റെ സ്വത്തിൽ നിന്ന് കുട്ടികളെയോ ബന്ധുക്കളെയോ കുടിയിറക്കാൻ ട്രൈബ്യൂണലിന് ഉത്തരവിടാൻ കഴിയും. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. 1969 ഭേദഗതികൾക്ക് ശേഷം കേരള ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഒരു പ്രധാന ഫലം ഇനി പറയുന്നതിൽ ഏതാണ്? 1969 ഭേദഗതികൾക്ക് ശേഷം കേരള ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഒരു പ്രധാന ഫലം ഇനി പറയുന്നവയിൽ ഏതാണ്? കുടിയാൻ നിർത്തലാക്കുകയും കൃഷി ചെയ്യുന്ന കുടിയാന്മാർക്ക് ഉടമസ്ഥാവകാശം കൈമാറുകയും ചെയ്തു. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. പ്രസ്താവന ഒരു സിവിൽ കോടതിയെപ്പോലെ സാക്ഷികളെ വിളിച്ചു വരുത്താനും രേഖകൾ പരിശോധിക്കാനും ഹാജരാക്കൽ നിർബന്ധമാക്കാനും കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്. കാരണം വിവരാവകാശ നിയമം 2005 സെക്ഷൻ 18 പ്രകാരം പരാതികൾ അന്വേഷിക്കുമ്പോൾ സിവിൽ കോടതിക്കുള്ള അതേ അധികാരങ്ങളും സംസ്ഥാന വിവരാവകാശ കമ്മീഷന് നൽകിയിട്ടുണ്ട്. താഴെ പറഞ്ഞതിൽ ഏതാണ് ശരി? A, R എന്നിവ ശരിയാണ്. R എന്നത് Aയുടെ ശരിയായ വിശദീകരണമാണ്. ആൻസർ എന്നത് ഓപ്ഷൻ എ. പ്രസ്താവന തൊഴിൽ നൽകുക, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുക എന്നിവയായിരുന്നു JRYയുടെ ലക്ഷ്യം. കാരണം തൊഴിൽ, ഗ്രാമീണ ആസ്തി വികസനം എന്നിവ JRY ലക്ഷ്യമിട്ടിരുന്ന കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് റിപ്പോർട്ട് ചെയ്തു. താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? A, R എന്നിവ ശരിയാണ്. R എന്നത് Aയുടെ ശരിയായി വിശദീകരിക്കുന്നു. ഓപ്ഷൻ എ. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത്? ഒരു പ്രത്യേക വികേന്ദ്രീകരണ സെൽ വഴി വികേന്ദ്രീകരണ ആസൂത്രണം ഏകോപിപ്പിക്കുക എന്നത് ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ ഒന്നാണ്. ആൻസർ ഓപ്ഷൻ ബി. ന്യൂറോണുകളിലെ ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഡീപോളറൈസേഷൻ ഘട്ടത്തിന് ഏറ്റവും നിർണായകമായ അയോൺ ഏതാണ്? ന്യൂറോണുകളിലെ ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഡീപോളറൈസേഷൻ ഘട്ടത്തിന് ഏറ്റവും നിർണായകമായ അയോൺ ഏതാണ്? സോഡിയം.
ഓപ്ഷൻ എ സോഡിയം. വിശ്രമാവസ്ഥയിലുള്ള ഒരു ആരോഗ്യമുള്ള മുതിർന്ന വ്യക്തിയുടെ ടൈഡൽ വോളിയത്തിന്റെ സാധാരണ അളവ് എത്രയാണ്? ഓപ്ഷൻ ബി 400 to 600 ml. ട്രൈപ്പോണിമ പല്ലിടം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനമായും ലൈംഗിക സമ്പർക്കത്തിലൂടെയാണ് പകരുന്നത്. ആൻസർ എന്ത്? ഓപ്ഷൻ എ സിഫിലിസ്. കേരള സർക്കാർ ആരംഭിച്ച ആർദ്ര മിഷന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? കേരള സർക്കാർ ആരംഭിച്ച ആർദ്ര മിഷന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? പൊതുജനാരോഗ്യ സൗകര്യങ്ങളെ ജനസൗഹൃദ സ്ഥാപനങ്ങളാക്കി മാറ്റുക. ഓപ്ഷൻ ബി. ടൈപ്പ് 2 പ്രമേഹത്തെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ടൈപ്പ് 2 പ്രമേഹത്തെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? രണ്ടാമത്തെ, ഇൻസുലിൻ പ്രതിരോധം രോഗത്തിന്റെ ഒരു പൊതു സവിശേഷതയാണ്. ദീർഘകാല നിയന്ത്രിക്കാത്ത പ്രമേഹം അന്ധതയിലേക്ക് നയിച്ചേക്കാം. പതിവ് ശാരീരിക പ്രവർത്തനങ്ങൾ ഇൻസുലിൻ പ്രതിരോധം കുറയ്ക്കും. ആൻസർ എന്നത് ഓപ്ഷൻ ബി 2, 3, 4. ഇനി പറയുന്ന വിറ്റാമിനുകളിൽ ഏതിന്റെ കുറവാണ് രാത്രി അന്ധതയ്ക്ക് കാരണമാകാൻ ഏറ്റവും സാധ്യത? ഇനി പറയുന്ന വിറ്റാമിനുകളിൽ ഏതിന്റെ കുറവാണ് രാത്രി അന്ധതയ്ക്ക് കാരണമാകാൻ ഏറ്റവും സാധ്യത? റെറ്റിനോൾ. ഓപ്ഷൻ സി റെറ്റിനോൾ. 2024 ജൂണിൽ ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന യോഗങ്ങൾ ഏത് നഗരത്തിലാണ് നടന്നത്? 2024 ജൂണിൽ ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന യോഗങ്ങൾ ഏത് നഗരത്തിലാണ് നടന്നത്? ബോൺ, ജർമ്മനി. ഓപ്ഷൻ സി ബോൺ, ജർമ്മനി. വിക്ടർ ആംബ്രോസിനെയും ഗാരി റൂക്കിനെയും 2024 ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ നോബൽ സമ്മാനത്തിന് അർഹരാക്കിയ കണ്ടെത്തൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ നിയന്ത്രണത്തിൽ മൈക്രോ RNA-യുടെ പങ്ക്. ഓപ്ഷൻ ഡി. ഒരു പ്രകാശവർഷത്തെക്കുറിച്ച് താഴെ പറയുന്നത് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഒരു പ്രകാശവർഷത്തെക്കുറിച്ച് താഴെ പറയുന്നത് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ശൂന്യതയിലൂടെ ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തിന് തുല്യമാണിത്. ഓപ്ഷൻ എ. ഭൂമിയിൽ ഒരാളുടെ ഭാരം 60 ന്യൂട്ടൺ ആണെങ്കിൽ ചന്ദ്രനിൽ അവരുടെ ഏകദേശ ഭാരം എത്രയായിരിക്കും? 10 n. ക്രമരഹിതമായ ആകൃതിയുള്ള ഒരു ഖരലോഹ വസ്തുവിന്റെ ഭാരം വായുവിൽ 1.5 ന്യൂട്ടണും വെള്ളത്തിൽ പൂർണ്ണമായി മുങ്ങിക്കിടക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഭാരം 1 ന്യൂട്ടണുമാണ് എങ്കിൽ ആ ലോഹത്തിന്റെ സാന്ദ്രത എത്രയാണ്? 3000 kg/m³. ഓപ്ഷൻ എ. ബഹിരാകാശ യാത്രയ്ക്കായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന വികസിപ്പിച്ചെടുത്ത സ്ത്രീയുടെ രൂപസാദൃശ്യമുള്ള ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ പേര് എന്താണ്? ബഹിരാകാശ യാത്രയ്ക്കായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന വികസിപ്പിച്ചെടുത്ത സ്ത്രീയുടെ രൂപസാദൃശ്യമുള്ള ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ പേര് എന്താണ്? വ്യോമമിത്ര. ഓപ്ഷൻ സി വ്യോമമിത്ര. ഒരു വാതകത്തിന്റെ മർദ്ദം, വ്യാപ്തം, താപനില എന്നിവയെ സൂചിപ്പിക്കുകയാണെങ്കിൽ ബോയിൽ നിയമത്തിന്റെ ശരിയായ പ്രാതിനിധ്യം ഏതാണ്? ഓപ്ഷൻ ഡി സ്ഥിരതാപനില. ഓപ്ഷൻ ഡി. ആധുനിക ആവർത്തന പട്ടികയെ സംബന്ധിച്ച് താഴെ പറഞ്ഞതിൽ ഏത് പ്രസ്താവനയാണ് ശരി? മോഡേൺ പീരിയോഡിക് ടേബിളിനെ സംബന്ധിച്ച് താഴെ പറഞ്ഞതിൽ ഏത് പ്രസ്താവനയാണ് ശരി? ഒരു പീരിയഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും പ്രതിനിധി മൂലകങ്ങളുടെ ആറ്റോമിക് ആരം കുറയുന്നു. ഓപ്ഷൻ ബി. 0.001 m NaOH ലായനിയുടെ pH മൂല്യം എത്രയാണ്? 10. 2025 ഐക്യരാഷ്ട്രസഭ ഏതു വർഷമായാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്? 2025 ഐക്യരാഷ്ട്രസഭ ഏതു വർഷമായാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്? അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം. ഓപ്ഷൻ ബി. ഏതെല്ലാം പത്രങ്ങളിലാണ് കേസരി ബാലകൃഷ്ണ ചീഫ് എഡിറ്ററായി സേവനമനുഷ്ഠിച്ചിട്ടുള്ളത്? ഏതെല്ലാം പത്രങ്ങളിലാണ് കേസരി ബാലകൃഷ്ണ പിള്ള ചീഫ് എഡിറ്ററായി സേവനമനുഷ്ഠിച്ചിട്ടുള്ളത്? സമദർശി, പ്രബോധകൻ. ഓപ്ഷൻ ബി 2 മാത്രം. കുമാരനാശാന്റെ വീണപൂവ് എന്ന കവിത ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് മാസികയിലാണ്? കുമാരനാശാന്റെ വീണപൂവ് എന്ന കവിത ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് മാസികയിലാണ്? മിതവാദി. ഓപ്ഷൻ ഡി മിതവാദി. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചവരെ അവാർഡ് ലഭിച്ചതിന്റെ കാലക്രമമനുസരിച്ച് ക്രമീകരിക്കുക. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചവരെ അവാർഡ് ലഭിച്ചതിന്റെ കാലക്രമമനുസരിച്ച് ക്രമീകരിക്കുക.
മൂന്നാമത്തെയാണ് കോവിലൻ, എം ലീലാവതി, എം കെ സാനു. ആൻസർ വരുന്നത് ഓപ്ഷൻ സി 3 മാത്രം. ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട താഴെപ്പറയുന്ന പ്രസ്ഥാനങ്ങളിൽ ഏതാണ് ശരി? ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട താഴെപ്പറയുന്ന പ്രസ്ഥാനങ്ങളിൽ ഏതാണ് ശരി? 1ഉം 2ഉം മാത്രം. തിരുവിതാംകൂറും കൊച്ചിയും 1949 ജൂലൈ 1 ലയിച്ചു. ഓൾ മലബാർ ഫാമേഴ്സ് അസോസിയേഷൻ രൂപീകരിച്ചു. 1, 3 ആണ്. ബക്ക് കമ്മിറ്റിയെ നിയമിച്ചു. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1ഉം 3ഉം മാത്രം. 1ഉം 3ഉം മാത്രം. ഓപ്ഷൻ ബി 1ഉം 3ഉം. തിരുവിതാംകൂറും കൊച്ചിയും 1949 ജൂലൈ 1 ലയിച്ചു. ബക്ക് കമ്മിറ്റിയെ നിയമിച്ചു. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ രചനകൾ കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ രചനകൾ കണ്ടെത്തുക. ഒന്നാമത്തെ പാത്തുമ്മയുടെ ആട്, പ്രേമപാത, യാ ഇലാഹി. പിന്നെ രണ്ടാമത്തെ കഥാബീജം, ബാല്യകാലസഖി, സർപ്പയജ്ഞം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1, 2 മാത്രം. ക്ലാസിക്കൽ ഭാഷാ പദവി നൽകുന്നതിനുള്ള ശരിയായ മാനദണ്ഡം തിരിച്ചറിയുക. ക്ലാസിക്കൽ ഭാഷാ പദവി നൽകുന്നതിനുള്ള ശരിയായ മാനദണ്ഡം തിരിച്ചറിയുക. ഒന്നാമത്തെ, ഭാഷയ്ക്ക് മികച്ചതും പുരാതനമായ ഒരു സാഹിത്യ പാരമ്പര്യം ഉണ്ടായിരിക്കണം. മൂന്നാമത്തത്, ഇത് 1500 2000 വർഷത്തെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കണം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1, 3 മാത്രം. ഗ്രന്ഥശാല സംഘത്തിന്റെ ഔദ്യോഗിക മാസിക ഏതാണ്? ഗ്രന്ഥശാല സംഘത്തിന്റെ ഔദ്യോഗിക മാസിക ഏതാണ്? ഗ്രന്ഥലോകം. ഗ്രന്ഥലോകം. ഓപ്ഷൻ ഡി. താഴെ പറഞ്ഞതിൽ ഏതാണ് പ്രാഥമിക മെമ്മറി ഡിവൈസിന് ഉദാഹരണം? താഴെ പറഞ്ഞതിൽ ഏതാണ് പ്രാഥമിക മെമ്മറി ഡിവൈസിന് ഉദാഹരണം? റാം. ഓപ്ഷൻ സി റാം. വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനും ഡാറ്റ ട്രാൻസ്മിഷനുള്ള ഏറ്റവും മികച്ച പാത നിർണ്ണയിക്കുന്നതിനും ഏത് നെറ്റ്വർക്ക് ഡിവൈസാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനും ഡാറ്റ ട്രാൻസ്മിഷനുള്ള ഏറ്റവും മികച്ച പാത നിർണ്ണയിക്കുന്നതിനും ഏത് നെറ്റ്വർക്ക് ഡിവൈസാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? റൂട്ടർ. ഓപ്ഷൻ ബി റൂട്ടർ. കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനും യൂസറിനും ഇടയിലുള്ള ഒരു ഇന്റർഫേസായി ഏത് തരം സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നു? കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനും യൂസറിനും ഇടയിലുള്ള ഒരു ഇന്റർഫേസായി ഏത് തരം സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നു? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്ഷൻ സി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ചാറ്റ് ജിപിടി, മറ്റ് ലാർജ് ലാംഗ്വേജ് മോഡലുകൾ പോലുള്ള ജനറേറ്റീവ് AI ടൂളുകൾ പ്രധാനമായും ഏത് സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്. ഓപ്ഷൻ സി. ഇന്ത്യ ഗവൺമെന്റിന്റെ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമം 2023 പ്രധാനമായും ലക്ഷ്യമിടുന്നത്? ഓപ്ഷൻ സി. വ്യക്തിഗത ഡിജിറ്റൽ ഡാറ്റയും സ്വകാര്യ അവകാശങ്ങളും സംരക്ഷിക്കുക. ഓപ്ഷൻ സി. സെക്ഷൻ 2J വിവരാവകാശം എന്നാൽ 2005 വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുന്ന വിവരാവകാശം എന്നാണ് അർത്ഥമാക്കുന്നത്. ഇത് ഏതെങ്കിലും പൊതു അധികാരിയുടെ കൈവശമോ നിയന്ത്രണത്തിലോ ആണ്. വിവരാവകാശത്തിന് കീഴിലുള്ള വ്യത്യസ്ത അവകാശങ്ങൾ ഏതൊക്കെയാണ്? ജോലി, ഡോക്യുമെന്റുകൾ, റെക്കോർഡുകൾ എന്നിവ പരിശോധിക്കാനുള്ള അവകാശം, രേഖകൾ അല്ലെങ്കിൽ രേഖയുടെ കുറിപ്പുകൾ, എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കാനുള്ള അവകാശം, മെറ്റീരിയലിന്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കാനുള്ള അവകാശം, ഡിസ്കറ്റുകൾ, ഫ്ലോപ്പികൾ, ടേപ്പുകൾ, വീഡിയോ കാസറ്റുകൾ എന്നിവയുടെ രൂപത്തിലോ മറ്റേതെങ്കിലും ഇലക്ട്രോണിക് മോഡലിലോ അല്ലെങ്കിൽ അത്തരം വിവരങ്ങൾ ഒരു കമ്പ്യൂട്ടറിലോ മറ്റേതെങ്കിലും ഉപകരണത്തിലോ സൂക്ഷിച്ചിരിക്കുന്ന പ്രിന്റൗട്ടുകൾ വഴിയോ വിവരങ്ങൾ തേടാനുള്ള അവകാശം. മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി. മുകളിൽ പറഞ്ഞവയല്ല. 1, 2, 3, 4. ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം 2021 ഡിസംബർ 30 പുറപ്പെടുവിച്ച വിജ്ഞാനപ്രകാരം 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷന്റെ സാമ്പത്തിക അധികാര പരിധി എന്താണ്? പ്രതിഫലമായി നൽകിയ ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ മൂല്യം 50 ലക്ഷം രൂപയിൽ കൂടരുത്. ഓപ്ഷൻ എ. 1860 ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 354 പ്രകാരം സ്ത്രീയുടെ മാന്യതയെ വ്രണപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ അവരെ ആക്രമിക്കുകയോ ക്രിമിനൽ ബലപ്രയോഗം നടത്തുകയോ ചെയ്താൽ എന്ത് ശിക്ഷയാണ് നൽകുക? 1 വർഷത്തിൽ കുറയാത്തതും എന്നാൽ 5 വർഷം വരെ നീളാവുന്നതുമായ ഏതെങ്കിലും തരത്തിലുള്ള തടവും ഒപ്പം പിഴയും. ഓപ്ഷൻ എ. പോക്സോ നിയമപ്രകാരം കുറ്റകൃത്യം സംബന്ധിച്ച നടപടികൾ കോടതിയുടെ പരിഗണനയിൽ വരുന്ന തീയതി മുതൽ കേസുകൾ തീർപ്പാക്കുന്നതിന് പ്രത്യേക കോടതിക്ക് അനുവദിച്ചിട്ടുള്ള സമയപരിധി എത്രയാണ്? കുറ്റകൃത്യം കോടതിയുടെ പരിഗണനയിൽ വരുന്ന തീയതി മുതൽ 1 വർഷത്തിനുള്ളിൽ. ഓപ്ഷൻ എ.
തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമം നിയമം 2013 പാസ്സാക്കുന്നതിന് വഴിയൊരുക്കിയത് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 7 സുപ്രധാന വിധിയുള്ള മാർഗനിർദ്ദേശങ്ങളാണ്. വിശാഖ വേഴ്സസ് രാജസ്ഥാൻ സംസ്ഥാനം. ഓപ്ഷൻ എ. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ഓപ്ഷൻ എ. √2 + √7 ഹോൾ ഡിവൈഡ് ബൈ √2 - √7 എന്ന സംഖ്യ ഒരു അപരിമേയ സംഖ്യയാണ്, ഇറാഷണൽ നമ്പറാണ്. -13 × -6 × -3ന്റെ മൂല്യം താഴെ പറയുന്നവയിൽ ഏതാണ്? -234. അരുൺ തന്റെ TV 1540 രൂപയ്ക്ക് വിറ്റപ്പോൾ 30% നഷ്ടം സംഭവിച്ചു. 30% ലാഭം ലഭിക്കണമെങ്കിൽ അദ്ദേഹം TV എത്ര രൂപയ്ക്ക് വിൽക്കണം? 2860 രൂപ. 30,000 രൂപയ്ക്ക് പ്രതിവർഷം 7% നിരക്കിലുള്ള കൂട്ടുപലിശ 4347 രൂപയാണ്. എങ്കിൽ കാലാവധി എത്രയാണ്? 2. ABC എന്നിവർക്ക് ഒരു ജോലി യഥാക്രമം 40, 60, 80 ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും. അവർ ഒരുമിച്ച് ജോലി ചെയ്യാൻ തുടങ്ങി. ജോലി പൂർത്തിയാക്കുന്നതിന് 11 ദിവസം മുമ്പ് Aയും 8 ദിവസം മുമ്പ് Bയും ജോലിയിൽ നിന്നും മാറി നിന്നു. എങ്കിൽ അവർ എത്ര ദിവസത്തിനുള്ളിൽ ജോലി പൂർത്തിയാക്കും? 26. A, B എന്നിവ രണ്ട് സംഖ്യയുടെ അംശബന്ധം 3:7 ആണ്. ഓരോ സംഖ്യയുടെ 9 കൂട്ടിയാൽ അംശബന്ധം 9:17 ആയി മാറുന്നു. A, B എന്നീ സംഖ്യകൾ ഏവ? 18, 42. ട്രെയിൻ എന്ന വാക്കിനെ 3456 എന്ന് കോഡ് ചെയ്താൽ ട്രെയിൻ എന്ന വാക്കിനെ എങ്ങനെ കോഡ് ചെയ്യാം? 4567. ഓപ്ഷൻ ബി. ഗോപൻ വടക്കോട്ട് അഭിമുഖമായി നിൽക്കുന്നു. തുടർന്ന് അയാൾ ഘടികാരദിശയിൽ 45 ഡിഗ്രി തിരിയുകയും വീണ്ടും അതേ ദിശയിൽ 180 ഡിഗ്രി തിരിയുകയും ചെയ്യുന്നു. അതിനുശേഷം അയാൾ ഘടികാരദിശയ്ക്ക് വിപരീതമായി 45 ഡിഗ്രി തിരിയുന്നു. ഇപ്പോൾ അയാൾ ഏത് ദിശയിലേക്കാണ് അഭിമുഖമായി നിൽക്കുന്നത്? തെക്ക്. 2030 ജനുവരി 20 ഞായറാഴ്ചയാണെങ്കിൽ 2028 ജനുവരി 4 ഏത് ദിവസമായിരിക്കും? ചൊവ്വാഴ്ച. XY = 22, x² + y² = 100 ആണെങ്കിൽ x + yയുടെ മൂല്യം എത്ര? 12. Fill in the blank with the appropriate phrase. Do not dash on your dreams. Option B. Give up. Select the word with the correct spelling. British English. Option C. Omelette. Choose the correct article. The teacher selected dash the girl who sang well. Option A. The. Complete the sentence with the appropriate preposition from the option given. These cameras belongs to Joshua. Option D. 2. Fill in the blank with the correct form of the verb. Miran dash has his own piano. Option B. Has. Find the right synonym for the word dam. Option A. Wet. Complete the sentence with the correct ID. For James and Anne, the accent was actually a dash. Option B. Blessing in disguise. Choose the correct question tag. It's raining cats and dogs here. Dash. Option C. Isn't it? Correct the following sentence. The children were little playful. Option C. The children were little playful. Option C. Which of the following collective noun is suitable for the sentence given below? I saw a dash of monkeys. Option A. Troop of. താഴെ തന്നിരിക്കുന്നത് ശരിയായ പദമേത്? ഓപ്ഷൻ ബി. അനുഗ്രഹീതൻ. ശരിയായ വാക്യമേത്? ഓപ്ഷൻ സി. ഓരോ ആളിന്റെയും ഇഷ്ടം നോക്കി ഭക്ഷണം ഉണ്ടാക്കാൻ പ്രയാസമാണ്. Where there is a will, there is a way എന്നതിന് സമാനമായ മലയാള പരിഭാഷ ഏത്? ഓപ്ഷൻ എ. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ഒറ്റപ്പദം എഴുതുക. അപവാദം പറയുന്നവൻ. ഓപ്ഷൻ ബി. പരിവാദകൻ. താഴെ തന്നിരിക്കുന്നതിൽ അഗ്നിയുടെ പര്യായമേത്? ഓപ്ഷൻ ഡി. ശിഖി. തന്നിട്ടുള്ള പദത്തിന്റെ വിപരീതമെന്ത്? മുക്തൻ. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ചുരുക്കി പറയുക. സമാനപദം കണ്ടെത്തുക. കാറ്റ്. അനിലൻ. ചേർത്ത് എഴുതുക. അധ + പതനം. ഡി. അധപ്പതനം. സ്ത്രീലിംഗ ശബ്ദമേത്? ഓപ്ഷൻ ബി. പ്രഭി. താങ്ക് യു.